നമസ്കാരം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ജലീലിന് എന്താത്തിൻ്റെ കുഴപ്പമാണ്? ജലീൽ തങ്ങളെ വെല്ലുവിളിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ അനിശ്ചിത നേതാവായ ബഹുമാനപ്പെട്ട തങ്ങളെ വെല്ലുവിളിക്കുകയാണോ? പുള്ളി എന്തോ പറയുന്നത്? പിച്ചും പെയ്യും ഭ്രാന്തം, നികൃഷ്ടമായ രീതിയിലുള്ള സംസാരം. ആരെയാണ് അങ്ങനെ തോൽപ്പിക്കാൻ നോക്കുന്നത്? എന്താ അങ്ങനെ പറയുന്നത്? ഒരു പ്രദേശത്തെ ആകെ ഇസ്ലാമോഫോബിയയുടെ കീഴിൽ കൊണ്ടുവന്നിട്ട് അവിടെ ജീവിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളെല്ലാം കള്ളക്കടത്തുകാരും ഹവാല പണം ഏർപ്പാട് ചെയ്യുന്നവരും ആ പണമെല്ലാം ദേശദ്രോഹത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരും ബാക്കിയുള്ള അനാശാസ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുമായിട്ട് ഒരു 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 പിക്ചർ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ കൊടുക്കുകയില്ലേ മലപ്പുറത്തെ പറ്റി? അദ്ദേഹത്തിന് വെളിവില്ലേ? എന്താ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹം ഖുർആനൊക്കെ കോട്ട് ചെയ്യുന്നു. തങ്ങളെന്താ ഫത്വ പുറപ്പെടുവിക്കാത്ത? തങ്ങളെങ്ങനെ ഫത്വ പുറപ്പെടുവിക്കുന്നത്? ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ അല്ല, ഇത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എല്ലാവരും പാലിച്ചേ പറ്റൂ. സ്വർണം കടത്തുന്നതും ഹവാല പണം ഏർപ്പാട് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും എല്ലാം നിരോധിച്ചിരിക്കുന്നൊരു നാടാണ്. അത് ക്രൈമാണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടും. അവിടെ ഇസ്ലാമോഫോബിയൊന്നും ഇല്ല. പിന്നെ മലപ്പുറത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് തങ്ങൾ ഒരു 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 ഫത്വ പുറപ്പെടുവിക്കുന്നില്ല ഇതിലേർപ്പെടരുതെന്ന്? എന്തൊരു വിരോധാഭാസമാണ്! തങ്ങളെ വെല്ലുവിളിക്കുകയില്ല. ഇന്ന് ആലോചിച്ച് നോക്ക്. ഖുർആനിലൊക്കെ പറഞ്ഞിട്ടില്ലേ? ഖുർആനിൽ പറയാത്തതുകൊണ്ടാണ് പറയുന്നത്. ഖുർആനൊക്കെ കോട്ട് ചെയ്ത് ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ കേരളത്തിൽ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയിൽ അവിടെ കൊലക്കുറ്റം ചെയ്യുന്നവർ തല വെട്ടണമെന്ന്. അവിടെ തല വെട്ടുന്നുമുണ്ട്. അതാണെങ്കിൽ ഇവിടെ കൊലക്കുറ്റം ചെയ്യുന്നവർ തല വെട്ടാൻ പറ്റുമോ? എന്തോ ഇയാളൊരു MLA അല്ലേ? ആണോ? എനിക്കറിയത്തില്ല. അപ്പോൾ ഖുർആനൊക്കെ കോട്ട് ചെയ്ത് ഇവിടെ അത് നിരോധിച്ചിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളാണ് ഇത് ചെയ്യുന്നത്. മലപ്പുറത്തുള്ള മുസ്ലിങ്ങളാണ് അതുകൊണ്ടാണ് അവിടെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഹീനമായ ഒരു വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആരാണ് അങ്ങനെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നത്? ആദ്യം അൻവർ കുറേ പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അൻവറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അൻവറിനെ എതിർത്ത് സംസാരിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡുണ്ടോ? ഇങ്ങനെ ആരെ പ്രീതിപ്പെടുത്തുന്നത്? ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം കോൺക്രീറ്റ് ആക്കാൻ നോക്കുന്നത്. മുസ്ലിങ്ങളെല്ലാം, അതും എസ്പെഷ്യലി ഒരു മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം കുഴപ്പക്കാരാണ്, അവരെല്ലാം സ്വർണം കടത്തുന്നവരാണ്, ഹവാല പണം ഏർപ്പെടുന്നവരാണ്, അവർ ആ പണമെല്ലാം അവർ ഈ ദേശദ്രോഹത്തിന് വേണ്ടിയാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് പോലെ ഉണ്ടാക്കുന്ന ഒരു പ്രതീതിയൊക്കെ കൊടുക്കുന്ന രീതിയിലും RSSനെ പ്ലീഡ് ചെയ്യുന്ന ഒരു രീതിയിലാണല്ലോ ഒരു PR വെച്ചത് ചെയ്തത്. അവസാനം ഞങ്ങളല്ല, ഞങ്ങൾക്ക് PR ഇല്ല, PR എഴുതി കൊടുക്കുന്ന എഴുതാനാണ് ഹിന്ദു ഇരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെയാണ് ഹിന്ദു പത്രത്തിനെതിരെ കേസ് എടുക്കുന്നില്ല? PR ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR എഴുതി കൊടുത്തതെന്ന് അവർ തന്നെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈസ് നോട്ട് ടേക്കിംഗ് എ കേസ് അഗൈൻസ്റ്റ് ഹിന്ദു ദിനപത്രം? അപ്പോൾ ഇതെല്ലാം മൂടി വയ്ക്കാനും ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാക്കാനും RSSനെ പ്രീതിപ്പെടുത്താനുമുള്ള ഒരു പുറപ്പാടിലാണ് KT ജലീൽ. KT ജലീലിനെ ഞാൻ വെല്ലുവിളിക്കുന്നത്. ഖുർആനിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന മാതിരി സ്വർണം കടത്തുന്നത്, ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തെ കടത്തുന്നത് അത് കുറ്റകരമാണ്, അവൻ്റെ കൈ മുറിക്കണം, മോഷ്ടിക്കുന്നതല്ല കൈ മുറിക്കണം, അല്ലെങ്കിൽ ഹവാല പണം കള്ളപ്പണം കൊണ്ടുവരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതെന്തോ വാട്ട് ഈസ് അപ് ടു? പുള്ളി എന്തോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ അവിടെ ഇല്ലാതാക്കണം, മുസ്ലിം ലീഗിൻ്റെ കോട്ട പൊളിക്കണം. എന്നിട്ട് പിണറായി വിജയന് പുള്ളിക്ക് അവിടെ നേട്ടം ഉണ്ടാക്കി കൊടുക്കണം.
അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ പറയും എനിക്ക് പാർലമെൻ്ററി വ്യാമം ഇത്ര നാൾ പിന്നെ എന്തുവായിരുന്നു പാർലമെൻ്ററി വ്യാമവും ഇനിയിപ്പോൾ ഒരു രാജ്യസഭ സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മതി എനിക്ക് കുറേ 6 വർഷം കഴിയുമ്പോൾ കുറേ കോടികളായിട്ട് ഇറങ്ങി വരാം എന്നാണോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തോ ആവട്ടെ, പക്ഷേ ഇത് അപകടമാണ്, ഇത് ഹീനമാണ്, ഇത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇത് ഫോർ ഇൻസൈറ്റിങ് വയലൻസ്. ഇത് രണ്ട് ധ്രുവങ്ങളാക്കുകയാണ്. ഹിന്ദു മുസ്ലിം ഫൈറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഹിന്ദുക്കൾ പറയത്തില്ല ആകണ്ട മുസ്ലിങ്ങൾ മൊത്തം കുഴപ്പക്കാരാണ്, അവരാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്, അവരാൾക്കാർ തന്നെ പറയുന്നു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മുസ്ലിം ലീഗിനെ താറടിക്കാനും അതും തങ്ങളെപ്പോലുള്ള ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കാൻ ആര് പറയാൻ തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കണം, തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കാൻ എല്ലാവരും ഈ ജാതി വ്യവസ്ഥയല്ലല്ലോ, എല്ലാവരും നിയമവ്യവസ്ഥയ്ക്ക് അതീതരാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പേരിൽ കേസെടുക്കണം ഫോർ ഇൻസൈറ്റിങ് വയലൻസ്. ആരുടെ പേര്? KT ജലീലിൻ്റെ പേര്. ഒരു ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രദേശത്തെ ആകെ മതവൽക്കരിച്ചുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാം കൊള്ളക്കാരും കള്ളക്കടത്തുകാരും ഹവാല പണം ഏർപ്പാട് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ അന്യമതസ്ഥരെ കൊണ്ട് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കാനും വയലൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു 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 അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാളുടെ പേരിൽ കേസെടുക്കണം. അതല്ലെങ്കിൽ ആരെങ്കിലും കോടതിയിൽ പോയിട്ട് ഇങ്ങനെ വയലൻസ് ഇൻസൈറ്റ് ചെയ്യുന്ന ആളാണ് എന്നും പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ അറസ്റ്റ് ചെയ്യും, യാതൊരു സംശയമില്ല.